Hi all, welcome to another video of Invest. As we know, GST has a lot of merits, but it suffers certain demerits. So our today's topic is disadvantage of a GST. The first disadvantage increases cost due to software purchase. The entire process of GST, that is from registration to filing returns, is made online. അല്ലെ, തുടക്കം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ പ്രോസസ്സും GST പ്രോസസ്സും എങ്ങനെയാണ്? ഓൺലൈനാണ്. സോ കൺസിഡറിങ് GST ഈസ് ആൻ ഓൺലൈൻ ടാക്സേഷൻ സിസ്റ്റം, ഇറ്റ് ഈവൻ റിക്വയർഡ് അഡീഷണൽ സോഫ്റ്റ്വെയർ പർച്ചേസസ്, റിസോഴ്സ് ഹയേഴ്സ്, ട്രെയിനിങ് ആൻഡ് അതർ ചേഞ്ചസ് ടു അഡാപ്റ്റ് ടു ദ GST സ്ട്രക്ചർ. അല്ലെ, ഇപ്പൊ GSTയുടെ ഈ സ്ട്രക്ചർ അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കണം? പുതിയ സോഫ്റ്റ്വെയർ മേടിക്കണം, അത് ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെ. അപ്പം അതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം, അങ്ങനെ അതിൻ്റെ മെയിൻ്റനൻസ് വരും, അങ്ങനെ ഒരുപാട് എക്സ്പെൻസ് അവർക്ക് പുതിയതായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓൾ ദിസ് ഹാസ് ഇൻക്രീസ്ഡ് ദ ഓവറോൾ ഓപ്പറേഷണൽ എക്സ്പെൻസസ് ഓഫ് ദ ബിസിനസ്. അപ്പം ഇതുകൊണ്ട് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് കൂടും. ക്ലിയർ? ഓക്കെ, ദെൻ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ്, ഹയർ ടാക്സ് ബേർഡൻ ഓഫ് SMEs. ഇവിടെ പറയുന്നതാണ്, ബിഫോർ GST, small and medium enterprises with a turnover in excess of rupees 1.5 crore were liable to pay excess duty. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 1,50,00,000 കൂടുതൽ മാത്രം ടേൺ ഓവർ ഉണ്ടായിരുന്നപ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഈ SME അവർ ടാക്സ് കൊടുത്താൽ മതിയായിരുന്നു, എക്സൈസ് ഡ്യൂട്ടി കൊടുത്താൽ മതിയായിരുന്നു, അല്ലേ? എന്നാൽ GST ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? 40 lakhs എബോവ് ഗുഡ്സ് ആണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ 40 lakhs എബോവ് ഉള്ള മുഴുവൻ ആളുകളും എന്ത് ചെയ്തിരിക്കണം? GSTയുടെ പരിധിയിൽ വരും. അപ്പോൾ SMEസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാക്സ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു. ദെൻ തേർഡ് വൺ, ഇൻക്രീസ് ബേർഡൻ ഓഫ് കംപ്ലയൻസ്. ഇൻക്രീസ് ബേർഡൻ ഓഫ് കംപ്ലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് GST പ്രകാരം നമ്മൾ പല സംസ്ഥാനങ്ങളിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു മാൻഡേറ്ററിലി ഗെറ്റ് GST രജിസ്റ്റേർഡ് ഇൻ ഓൾ ദ സ്റ്റേറ്റ്. ഇപ്പോൾ എനിക്ക് കർണാടകത്തിലുണ്ട്, കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലും ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തിരിക്കണം? എല്ലാ സ്ഥലത്തും രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, വി ഹാവ് ടു ഗെറ്റ് GST രജിസ്റ്റേർഡ് ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ്. എവിടെയൊക്കെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? GST രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം. This leads to an unnecessary burden on business for tedious paperwork process and compliance. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും നമ്മൾ രജിസ്ട്രേഷൻ നടത്തേണ്ടത് കൊണ്ട് തന്നെ ഇതിൻ്റെ പേപ്പർ വർക്ക് വളരെയധികം വരുന്നുണ്ട്, അല്ലെ? വളരെ ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സ് വരുന്നുണ്ട്, ലീഗൽ പ്രോസസ്സ് വരുന്നുണ്ട്. അതാണ് ഇൻക്രീസ് ബേർഡൻ ഓഫ് കംപ്ലൈൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലീഗൽ പ്രോസസ്സ് വളരെയധികം കൂടുന്നു. നെക്സ്റ്റ് വൺ, പെനാൽറ്റി ഓഫ് നോൺ ഫയലിംഗ്. അത് ഉദ്ദേശിക്കുന്നത്, GST നമുക്കറിയാം, പ്രത്യേകിച്ച് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അവർ ആ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാൻ കുറച്ച് താമസം വരും, കാരണം അവർ സ്മോൾ എന്റർപ്രൈസസ് ആണ്. അപ്പോൾ അവർക്ക് പലപ്പോഴും കറക്റ്റ് ടൈമിൽ GST അതിൻ്റെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലേ? സോ മെനി സ്മോൾ ബിസിനസ് ആർ സ്റ്റിൽ അഡാപ്റ്റിംഗ് ദെയർ ബിസിനസ് ടു GST നോംസ്. GST നോം പ്രകാരം അവർ രജിസ്റ്റർ ചെയ്യുന്നതേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, മോസ്റ്റ് SMEs യൂഷ്വലി ലാക്ക് ദ റിസോഴ്സസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ടു കംപ്ലൈ വിത്ത് ദ ന്യൂ ടാക്സ് സിസ്റ്റം. ഈ പുതിയ ടാക്സ് സിസ്റ്റവുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് സമയം വേണ്ടി വരും, അല്ലേ? സോ അൺഫെമിലിയാരിറ്റി പലപ്പോഴും എന്തിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്? നമ്മൾ ലേറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം, അല്ലേ? ലേറ്റ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന കോൺസിക്വൻസ് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പെനാൾട്ടി അടയ്ക്കേണ്ടി വരും. ഓക്കെ, GSTയുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ കമ്പനി ക്യാൻ ഫേസ് ഫൈൻസ് ആൻഡ് പെനാൾട്ടീസ്. അപ്പോൾ ഓർത്തു നോക്കുക, ദിസ് വിൽ ആഡിങ് ദെയർ ഓപ്പറേഷണൽ കോസ്റ്റ്, അല്ലേ? അത് അവരുടെ ഓപ്പറേഷണൽ കോസ്റ്റ് കൂട്ടുകയുള്ളൂ. അപ്പോൾ പെനാൾട്ടിയും കൂടി അവർ അടയ്ക്കേണ്ടി വരുന്നു. ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ പെനാൾട്ടി കൂടി അവർ അടയ്ക്കേണ്ടി വരുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ,
നോ GST ചാർജ് ഓൺ പെട്രോളിയം പ്രോഡക്ട്സ്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ വൺ ടാക്സ് സിസ്റ്റം ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മേലും GST ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുമ്പോഴും ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എന്ത്, പെട്രോളിയം പ്രോഡക്റ്റുകളുടെ മേലെ GST ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് അത് ഇപ്പോഴും പെട്രോൾ ആൻഡ് പെട്രോളിയം പ്രോഡക്റ്റുകൾ ഇപ്പോഴും GSTയുടെ പരിധിയുടെ പുറത്താണ്, എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ, GST ഈസ് ആൻ ഓൺലൈൻ ടാക്സേഷൻ സിസ്റ്റം അല്ലേ. അപ്പോൾ ഫ്രം GST രജിസ്ട്രേഷൻ ടു ഫയലിംഗ് GST റിട്ടേൺ ദ ഗവൺമെന്റ് ഹാസ് ടു മെയ്ഡ് ഓൺലൈൻ പ്രൊവിഷൻ ഫോർ GST അല്ലേ. അപ്പോൾ GSTയുടെ മുഴുവൻ സിസ്റ്റവും എങ്ങനെയാണ്, ഓൺലൈനാണ്, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. അപ്പോൾ ഈ സ്മോൾ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് താമസം എടുക്കാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചലഞ്ചിങ് ആണ്. ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കുമായിട്ട് റിലേഷൻ ഉള്ളതാണ്. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, പുതിയ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ GST സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ആണ്. നെക്സ്റ്റ് വൺ, ആഡഡ് IT കോസ്റ്റ്. അനദർ വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് GST ഈസ് ദ IT ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സ് അല്ലേ. ഇപ്പോൾ GST ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന് ആവശ്യത്തിനുള്ള IT ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഉണ്ടാവണം. ഇപ്പം എല്ലാ സ്റ്റേറ്റും അങ്ങനെ IT സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഇത് GST ഫയൽ ചെയ്യാനും അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് പലപ്പോഴും ബിസിനസ്സുകാർ ലേറ്റ് ആയേക്കാം. അപ്പോൾ പ്രോപ്പറായ രീതിയിൽ രജിസ്ട്രേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി അഫക്റ്റ് ദെയർ ബിസിനസ്. ഓക്കെ, അതാണ് ആഡഡ് IT കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ലിമിറ്റേഷൻ തുടക്കം മുതലേ പറയുന്ന ഒന്നാണ്, GST ഹാസ് ഇംപ്ലിമെന്റഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. അതായത് നമുക്കറിയാം ജൂലൈയിലാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയറിന്റെ ഒരു മിഡിലാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ടാക്സ് പേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പല ഇൻകൺവീനിയൻസും ഉണ്ടായിട്ടുണ്ട്. അതായത് പെട്ടെന്നൊരു പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ അവർക്ക് സമയം എടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അതൊരു ഫിനാൻഷ്യൽ ഇയറിന്റെ മിഡിലാണ്. ഓക്കെ, അപ്പോൾ ടാക്സ് പേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് GSTയുടെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. താങ്ക് യു.